ശ്രീ റെജി ലൂക്കോസ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാണ്. അതായത് ഇത്രയും നാൾ 4-5 വർഷം ശബരിമലയിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഒരാളെക്കുറിച്ച് ഇപ്പോൾ പ്രസിഡന്റിൻ്റെ കണ്ടെത്തലാണ് കള്ളനാണ്. ഇത്രയും നാൾ മനസ്സിലായില്ല ഇനിയൊരു കള്ളനെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെന്ന്. ഏറ്റവും ഒടുവിൽ കോടതി ഇടപെടുന്നു, വിജിലൻസിൻ്റെ കേസ് വരുന്നു, റിപ്പോർട്ട് വരുന്നു, അത് കോടതി വളരെ കൃത്യമായി പരാമർശിക്കുന്നു. സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പുറത്തു വരുമ്പോൾ പറയുകയാണ് കള്ളനാണ്. അപ്പോൾ ഇപ്പോൾ തള്ളി പറയുകയാണ് ഉദ്യോഗസ്ഥരും പ്രതികളാണ് എന്ന്. എന്തൊരു പ്രസിഡന്റാണ്! അല്ല രഞ്ജിത്തെ, ആ പ്രസിഡന്റ് പറഞ്ഞതിനകത്ത് ഉള്ള വസ്തുതകൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? അദ്ദേഹം ചാർജ് എടുത്തതിന്റെ മാസങ്ങൾ മാത്രമേ ഉള്ളൂ. തന്നെ പോലെ അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷമാണ് ഈ രണ്ടാം വട്ടം 2025 പിന്നെ ഈ പറയുന്ന ചെന്നൈയിൽ ഇത് പൂശാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇയാള് അപേക്ഷ കൊടുത്തതിന്റെ ഫലമായിട്ട് ഇയാൾ ഗ്യാരണ്ടറായിട്ട്, അതായത് ഈ പോറ്റി ഗ്യാരണ്ടറായി നിൽക്കുന്ന ഈ സാഹചര്യത്തിലും അയാളെ വിശ്വാസക്കുറവുള്ളതുകൊണ്ട്, അയാളുടെ കാര്യത്തിൽ സംശയമുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉത്തരവിട്ടിരുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ തന്നെ ഈ പറയുന്ന ഈ ചെമ്പ് പൂശാനായിട്ട് ചെന്നൈയിലേക്ക് കൊടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ അവിടെ കാവലിൽ നിന്ന് അത് തിരിച്ചു കൊണ്ടുവന്നു. അത് കോടതി പരാമർശത്തിലൂടെ തന്നെ തെളിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് പ്രശാന്തിനെ കുറ്റപ്പെടുത്താൻ പറ്റുന്നത്? എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല ആ ഒരു കാര്യം. അപ്പം ഒരു ഇച്ഛാശക്തിയോട് തന്നെ ഇയാളെ മാറ്റി നിർത്തി ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് പ്രശാന്ത്. അപ്പൊ പ്രശാന്തിനെ അല്ല ഇതിനകത്ത് കുറ്റപ്പെടുത്താൻ പറ്റും. പക്ഷെ കുറ്റപ്പെടുത്തേണ്ട വേറെ ചില ആളുകളുണ്ട്. അത് കോടതി കണ്ടെത്തി കഴിഞ്ഞു. 9 പേരുടെ ലിസ്റ്റ് കോടതി പുറത്തിറക്കിയിട്ടുണ്ട്. കോടതി ഉത്തരവ് തന്നെ ഉദ്യോഗസ്ഥർ മാത്രമാണ്. അല്ല, ഉദ്യോഗസ്ഥർ മാത്രമാണോ അല്ലോ എന്നുള്ളവരും SIT കണ്ടുപിടിക്കട്ടെ. ഞാൻ ഉദ്യോഗസ്ഥർ മാത്രമാണെന്ന് വിശ്വസിക്കാത്ത ഒരാളാണ്. പല ചർച്ചകളും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ പൂജാരിയുണ്ട്, പിന്നെ മേൽശാന്തിയുണ്ട്, അതുപോലെ തന്നെ അവിടെ തന്ത്രിയുണ്ട്. ഈ തന്ത്രിയും മേൽശാന്തിയും ഒക്കെ അതിനെ എപ്പോഴും കയറി ഇറങ്ങുന്നവരാണ്. മേൽശാന്തിയോ അല്ലെങ്കിൽ തന്ത്രിയാണ് ഈ പറയുന്ന വാതില്, ഈ ശ്രീകോവിലിന്റെ വാതിൽ തുറക്കേണ്ട വ്യക്തികൾ. അവര് പോലും അറിഞ്ഞില്ല, അവർക്ക് പോലും ഇത് ചെമ്പാണെന്നുള്ള ധാരണ ഇങ്ങനെ കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു വിട്ടിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ അവരെയൊക്കെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും. ആ അന്വേഷണത്തിലൂടെ കണ്ടുപിടിക്കും. ഇപ്പൊ പോലീസ് ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷിച്ചിരിക്കുന്ന ഈ 9 പേര് ഉദ്യോഗസ്ഥന്മാരാണ്. ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, ഇപ്പൊ നേരത്തെ ജോർജ് പറഞ്ഞ ബെല്ലാരി സ്വദേശിയുണ്ട്, പിന്നെ ജയിലുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അന്നത്തെ ദേവസ്വം പിന്നെ ഡെപ്യൂട്ടി കമ്മീഷണറുണ്ട്. അവരെല്ലാവരുടെ കൂടിയുള്ള ഒരു നെക്സസ് ആണ് ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് വളരെ കൃത്യമായ കാര്യമാണ്. പക്ഷെ അവിടെ ഞാനിപ്പോ സൂചിപ്പിച്ചവർ, ഈ പത്മകുമാർ എന്ന് പറഞ്ഞ ബോർഡ് പ്രസിഡന്റ് പോലും അതിനകത്ത് മൗനമായിട്ടുള്ള എന്തെങ്കിലും നിസ്സംഗത അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കട്ടെ. അദ്ദേഹം സ്വാഗതം ചെയ്തിട്ടുണ്ടല്ലോ, ഇതിന്റെ തർക്കിക്കുന്ന കാര്യത്തിൽ. പക്ഷെ മുൻകൂട്ടി എങ്ങനെയാണ് ചെമ്പാണെന്ന് പറഞ്ഞൊരു ഡിക്ലറേഷൻ ഇറക്കണം? എനിക്കത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇവിടെ പിന്നെ നമ്മുടെ ജോർജ് ജോസഫ് സാർ പറഞ്ഞതാണ് 40-44 കിലോ സ്വർണം പൊതിഞ്ഞെന്നാ പറഞ്ഞത്. പക്ഷെ ഡോക്യുമെന്റ്സ് മാതൃഭൂമി ദിനപത്രം അവർ അക്കാലത്തെ ഡോക്യുമെന്റ്സ് പുറത്തു കൊണ്ടപ്പോൾ അതിൽ പറയുന്നത് 30.5 കിലോ സ്വർണ്ണം എന്ന് പറയുന്നു. ഇപ്പോൾ കോടതി പറയുന്നത് 950 ഗ്രാം പിന്നെ സ്വർണ്ണമാണെന്ന് പറഞ്ഞത്. ഇതിൽ ഏതാണ് വസ്തുത എന്നുള്ളവരും SIT കണ്ടുപിടിക്കട്ടെ. ഉയർന്ന ഏറ്റവും പിന്നെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് വെങ്കടേശ്വര നേതൃത്വത്തിൽ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സർക്കാർ ഈ അന്വേഷണത്തിന് ഒപ്പമാണെന്നുള്ളൊരു മുഖ്യമന്ത്രി പറഞ്ഞത് കൂടാതെ കൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർ ഈ കള്ളന്മാരെയും ഈ തട്ടിപ്പുകാരെയും ലോകത്തിന് മുമ്പിൽ നമ്മുടെ അഭിമാനം ഉയർത്തുന്നത് ശബരിമലയിൽ നടത്തിയ തട്ടിപ്പും കൊള്ളയും ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടിരുന്നത് 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെയാണ് സംസ്ഥാന മുഖ്യമന്ത്രിയും കേരള സർക്കാരും ദേവസ്വം ബോർഡിന്റെ മന്ത്രി വരെ പറഞ്ഞു വളരെ സ്വാഗതാർഹമായ നിലപാടാണ് കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇത് ആർക്കും ഇതിനകത്ത് ഈ അന്വേഷണത്തിൽ പോലും ആർക്കും കീഴടത്താൻ പറ്റുന്നില്ല. കാരണം എന്താ? ദേവസ്വം മന്ത്രിക്കും മുഖ്യമന്ത്രി പറയുന്നു ഗൂഢാലോചനയാണെന്ന് പറയുന്നു, ദേവസ്വം മന്ത്രി പറയുന്നു സ്വാഗതാർഹമാണെന്ന് പറയുന്നു. അതല്ലാതെ എന്ത് പറയേണ്ട ആദ്യം? കാരണം ഈ ശക്തമായ ദേവസ്വം ബോർഡ്, നമുക്കറിയാം പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ സ്ഥാനത്ത് വരുന്നത്. അവിടെ ദേവസ്വം ബോർഡ് മെമ്പർമാരുണ്ട്. അവിടെ ഇവരുടെ ഒന്നും നിരീക്ഷണമില്ലാതെ, ഇവരുടെ ഒന്നും അറിവില്ലാതെ ഇത്ര വലിയ തോതിലുള്ള അളവിലുള്ള സ്വർണവും പ്രധാനപ്പെട്ട അയ്യപ്പനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുമൊക്കെ പുറത്തു പോയിട്ട് തിരിച്ചു വന്നു. മഹസ്തർ എഴുതി പുറത്തു പോകുന്നു. നേരത്തെ പറഞ്ഞ സ്വർണം ചെമ്പാകുന്നു. ഇവരൊന്നും അറിയുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ആൾ അവിടെ വിലസിയിരുന്ന ഒരാളാണ്. ഇയാളെക്കുറിച്ച് പോലും മനസ്സിലാക്കാൻ സാധിക്കാതിരുന്ന, ഇയാൾ ഇത്ര വലിയ തട്ടിപ്പുകാരനാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതിരുന്ന ഒരു ഭരണസമിതിയാണ് എന്ന് പറയുമ്പോഴാണ് നമ്മളൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നത്. ശ്രീ റെജി ലൂക്കോസ്, അല്ല രഞ്ജിത്ത്, 2004 മുതൽ ഇയാൾ അവിടുത്തെ പരിക്രമിയും സഹപൂജ ശാന്തിക്കാരനും ഒക്കെ ആയിട്ട് അവിടുത്തെ ഒരു ബ്രോക്കറെ പോലെ പ്രവർത്തിച്ച ആളാണെന്നുള്ളൊരു തെളിവ് പുറത്തു വന്നില്ലേ? 2004 ബാംഗ്ലൂരിലെ ഒരു ക്ഷേത്രത്തിൽ നിന്നും
മോശമായ ക്യാരക്ടർ ആയതുകൊണ്ട് പറഞ്ഞു വിട്ടു. അയാൾ നേരെ വന്നത് 2004 അതിൽ ശബരിമലയിലേക്കാണ്. 2004 മുതൽ അവരോട് അയാളവിടെ മത്സരിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2004 മുതൽ അവിടെ കോൺഗ്രസ് ഭരിച്ചിട്ട് കേരളത്തിലെ UDF ഭരിച്ചിട്ടുണ്ട്, LDF ഭരിച്ചിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലൊക്കെ ഇയാളെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നുള്ള ചോദ്യം ഞാനും ചോദിക്കുകയാണ്. പക്ഷെ അവിടെ ഈ 2019 മാത്രമല്ല അയാൾ വന്നിരിക്കുന്നത്. അയാൾ 2004 മുതൽ അവിടെ കുടിയടപ്പായിരുന്നാ പറഞ്ഞത് തട്ടിപ്പോയിട്ട്. അപ്പൊ എന്തുകൊണ്ട് ഈ കഴിഞ്ഞു പോയ ഭരണസമിതികൾക്ക് ഒന്നും ഇത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല? അപ്പൊ there is something wrong. അതിൽ യാതൊരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. ഇപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ കാരണം ഉണ്ടായത്? ആ കാരണമാണ് ഏറ്റവും വിചിത്രം. അവിടെയാണ് ഇയാളുടെ രാഷ്ട്രീയ ബന്ധങ്ങളും ഇയാളുടെ രാഷ്ട്രീയ ചായ്വുകളും ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അയാള് ഈ ആഗോള അയ്യപ്പ സംഗമം പൊളിക്കാൻ വേണ്ടിയിട്ട് 3 ദിവസം മുമ്പാണ് അയാളുടെ കയ്യിലിരിക്കുന്ന അയാളുടെ കസ്റ്റഡിയിലുള്ള പീഠം കണ്ടില്ല എന്ന് അയാൾ പരാതി കൊടുക്കുന്നത്. അങ്ങനെയാണ് കോടതി ഇടപെടുന്നതും വിജിലൻസ് അയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ പീഠം കണ്ടുപിടിക്കുന്നതും. അവിടെ മുതൽ തന്നെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ചടുലമായിട്ടുള്ള പത്രസമ്മേളനങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ദുരൂഹതകൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടും ബഹുമാനപ്പെട്ട കോടതിയുടെ കർശനമായ നിയന്ത്രണത്തിലുള്ള അന്വേഷണം 100% ഇതിനകത്തെ ഫ്രോഡുകളെ അത് ശബരിമലയെ പറ്റിയൊക്കെ പാളി കഥകിന്റെ പാളിയെ പറ്റിയൊക്കെ മോട്ടിച്ചോണ്ട് പോവാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതിലെ സ്വർണ്ണം അടിച്ചെടുക്കുക, ഇതെന്തൊരു നാടായത്? അതുകൊണ്ട് അത് കണ്ടുപിടിക്കും, ഒരു തർക്കമില്ല. അതിനകത്ത് രാഷ്ട്രീയം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ആര് കുറ്റവാളികളാണെങ്കിലും അത് കണ്ടുപിടിക്കുന്ന യാതൊരു തർക്കമില്ല. കണ്ടുപിടിച്ചില്ല എങ്കിൽ അത് കേരളത്തിന്റെ ചരിത്രത്തിലേക്കുള്ള ഒരു കളങ്കമായിരിക്കും. കാരണം കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഏറ്റവും ആദരവോടുകൂടി കാണുന്ന ഒരു സ്ഥാപനമാണ്, ഒരു മതേതര സ്ഥാപനമാണ് ശബരിമല. ആ ശബരിമലയിൽ നിന്ന് ഒരു തരി പൊന്ന് കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവൻ ജയിലിലടയ്ക്കണം. ഇത് കണ്ടുപിടിക്കുകയും ചെയ്യണം. അതിലേക്ക് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള നടപടികളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഇടപെടലും ഇന്നിപ്പോ അവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജഡ്ജി വന്നിട്ട് നിലവറകളെല്ലാം പരിശോധിച്ചു. നാളെ ആറന്മുള പോയി ചെക്ക് ചെയ്യും. ഇതെല്ലാം വെളിച്ചത്തേക്ക് കൊണ്ടുവരും. നമ്മൾ വെറുതെ മറ്റു വ്യാഖ്യാനങ്ങൾ നൽകി ആരെയും ഞാൻ ആദ്യം പറഞ്ഞത് ഇതിനു മുൻപുള്ള ഇത്തരം പല കേസുകളുടെയും അന്വേഷണം, അതിനുശേഷം അവസാനത്തെ കണ്ടെത്തലുകളൊക്കെയാണ് ഇത്തരം സംശയങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത്. ശ്രീ അഡ്വക്കേറ്റ്